ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയലാണ്. അതിന് എന്തൊക്കെ വെജിറ്റബിൾസ് വേണം, അത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് നോക്കാം. അതിന് ഞാൻ ചേന, ഡ്രം സ്റ്റിക്ക്, കുമ്പളങ്ങ, മത്തന്, അതിന് ഞങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസാണ് ഇഷ്ടം അതൊക്കെ വേണമെങ്കിൽ എടുക്കാം. അതൊക്കെ നല്ല നീളങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു കടായിൽ വെജിറ്റബിൾസ് എല്ലാം ഇടുക. എന്നിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾക്കത് വേവിക്കാൻ വയ്ക്കാം. അത് നന്നായിട്ട് വെന്ത് കിട്ടണം. വെജിറ്റബിൾസ് ഓവർ കുക്കാവേണ്ട, ആവശ്യത്തിന് വേവാൻ ഞങ്ങൾക്ക് മൂടി വെച്ചിട്ട് ഞങ്ങൾക്ക് വേവിക്കാം. അത് നല്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. അത് നന്നായി ഒന്ന് വെന്ത് കിട്ടണം. മുരിങ്ങക്കോല് എല്ലാം നന്നായിട്ട് വേവണം. ഓവറായിട്ട് ഉടയുന്ന മാതിരി വേവണ്ട, ആവശ്യത്തിന് വെന്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അത് വെള്ളം ഒന്ന് വറ്റുന്നവരെ, ഫുള്ളായിട്ട് വറ്റണ്ട, കുറച്ച് വെള്ളം ഉണ്ടാവണം അതിൽ, അതുവരെ വേവിച്ച് കൊടുക്കുക. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റും ഇതെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് അരിപ്പ് നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന് നോക്കാം. അതിൽ ഞാൻ ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 4-5 കരിയാപ്പില എല്ലാം ഇട്ടിട്ട് ഒരു ഇത്തിരി വെള്ളം, അധികം വെള്ളം ഒഴിക്കണ്ട, അതൊന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അതിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ആവശ്യം എരിവ് അതിനനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ അരിപ്പ് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. എന്നിട്ട് ആ വെന്ത വെജിറ്റബിൾസിൻ്റെ മേലെ നമുക്ക് ഈ അരപ്പ് ഒന്ന് ഇട്ടിട്ട് നിരത്തി കൊടുക്കാം. അതിൽ കുറച്ച് കരിവേപ്പില മേലെ ഇട്ട് കൊടുക്കുക. അതിൽ അരപ്പ് ഞങ്ങൾ ചേർത്ത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മേലെ നല്ല ഇതാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. കുറേ തൈര് ഒഴിക്കേണ്ട, ഒരു 4-5 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതും ഒന്ന് നിരത്തി കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അതൊന്ന് നല്ല ആവി കയറ്റിയെടുക്കാം. അത് നല്ല ആവി കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നല്ലോണം മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ, ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടെ കരിയാപ്പില ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇപ്പോൾ ഡിഷ് റെഡിയായി. ഇനി നമുക്ക് അത് ഡിഷ് ഔട്ട് ചെയ്യാം. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾ എന്താ അഭിപ്രായമുണ്ട് കമൻറ്റ് ബോക്സിൽ ഇടണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.